അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വല്ലൈലി ഇദാ യഗ്ഷ, രാത്രി തന്നെയാണ് സത്യം, അത് ഇരുട്ടിനെ മൂടി വരുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല, സൂര്യനെ തന്നെയാണ് സത്യം, പകൽ തന്നെയാണ് സത്യം, അത് സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. വമാ ഖലഖ ദക്കറ വല്ലുൻസ, ആണിനെയും പെണ്ണിനെയും തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ മഹാശക്തിയാണ് സത്യം. അള്ളാഹുവിനെ കൊണ്ട് തന്നെ ആണയിട്ട് പറയുകയാണ്. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ആണയിട്ടുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഇന്ന സഅയക്കും ലശത്ത, ഇന്ന സഅയക്കും ലശത്ത, മനുഷ്യരുടെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും എല്ലാം വിഭിന്നങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്ത രീതിയിലാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും. രാവും പകലും പോലെ, ആണും പെണ്ണും പോലെ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്നാ പറയണം. അമ്മാമൻ ബിൽ ഹുസ്ന, ആര് നൽകുന്നുവോ, എന്ത് നൽകുന്നുവോ, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സമ്പത്ത്, നമ്മുടെ ധനം. ആ സമ്പത്ത് നമ്മൾ ആർക്ക് നൽകുന്നു? സമ്പത്ത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന അധികാരങ്ങൾ, നമുക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ കിട്ടുന്നുണ്ടോ അതെല്ലാം ആര് നൽകുന്നുവോ, എങ്ങനെ നൽകുന്നുവോ, തഖ്വയുള്ളതായിട്ട്, തഖ്വയോടുകൂടി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നൽകുന്നുവോ. അമ്മാമൻ ബിൽ ഹുസ്ന, എന്നിട്ട് നൽകുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുക. ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും തഖ്വയോടുകൂടി ആര് നൽകുന്നുവോ അവർക്ക് ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിലേക്ക് നാം വഴിയെ സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്ത് തൗഹീദാണ്, വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്, പ്രവാചകൻ പറയപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ സ്വർഗത്തിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം. ഇതൊക്കെയാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് ഇത് നൽകുന്നവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിലേക്ക് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരും. ആ വഴിയിലെ നമ്മളെ കടത്തിവിടും. അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, അതുപോലെ ഹജ്ജ്, സക്കാത്ത്, ഇതെല്ലാം ചെയ്യുന്നു. സൂക്ഷ്മത പാലിച്ച് നമ്മൾ ചെയ്താൽ നമ്മളെ പിന്നെ പോകുന്ന വഴിയൊക്കെ റൈറ്റ് വേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അടുത്ത ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ്, അതിന് നേരെ എതിരായിട്ടാ പറഞ്ഞത്. അമ്മാമൻ ബഖില വസ്തഗ്ന, ആര് ലുബ്ധ് കാണിക്കുന്നുവോ, പിശുക്ക് കാണിക്കുന്നുവോ, വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്യുന്നുവോ, അവർക്ക് ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും മോശമായതിലേക്ക് നമ്മൾ വഴി തിരിച്ചു കൊടുക്കും. അതായത് നരകത്തിലേക്കുള്ള വഴി തെളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് നിരവധി സമ്പത്ത് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഞാൻ ചെയ്യാഞ്ഞിട്ട് എനിക്ക് കിട്ടണ്ടല്ലോ, അതിന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ വഴിപിഴിച്ചു പോകരുത്. അപ്പൊ അവരെ പിടിക്കും, അവസാനം അവരെ പിടിക്കും. അപ്പൊ അവർ പോകുന്ന റൂട്ട് നരകത്തിലേക്കുള്ള പാതയിലേക്കാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തഖ്വയോടുകൂടി കൊടുക്കുന്നവരും ഈ ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടും രണ്ട് വഴിയാണ്. അപ്പൊ ഈ രണ്ട് വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടിയാണ് അള്ളാഹ് പറയുന്നത്. രണ്ട് വഴി നമുക്ക് കാണിച്ചു തന്നേക്കും. അള്ളാഹു രണ്ട് വഴി നമുക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ, ഇതിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞേക്കുന്നു. അപ്പൊ അതാണ് പറയുന്നത്. ഫഅമ്മാമൻ അതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര വഅമ്മാമൻ ബഖില വസ്തഗ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവൻ ഈ ഭൂമിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവന്റെ ധനവും സ്വത്തും ഒന്നും അവന് പ്രയോജനപ്പെടുകയില്ല. അവന്റെ അധികാരം, അപ്പൊ നമുക്കൊരു അധികാരം കിട്ടിയാൽ ആ അധികാരം പാവങ്ങൾക്ക്, അർഹതപ്പെട്ടവനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഒരു ശുപാർശ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അധികാരമായാലും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലോ അതൊക്കെ ചെയ്യണം. അതും സദക്കയിൽപ്പെടും. പിന്നെ നമുക്കുള്ള അറിവ്, നമുക്ക് എന്തെങ്കിലും ഒരു അറിവ്, ഏത് തരത്തിലാണ് ഈ നന്മയുള്ള അറിവുകൾ നമ്മൾ പകർന്നു കൊടുത്താൽ അതും സദക്കയിൽപ്പെടും. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നതിന് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, അവൻ ഈ ഭൂമിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, അതിന് രണ്ട് ഇത് പറയുന്നുണ്ട്. അവൻ നരകത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അവന്റെ സ്വത്തും സമ്പാദ്യവും ഒന്നും അവന് പ്രയോജനപ്പെടുകയില്ല എന്നാണ് ആ പറയുന്നത്. ഇന്ന അലൈനാൽ ഹുദാ, നമ്മുടെ ബാധ്യതയാണെന്നാണ്, അള്ളാഹുവിന്റെ ബാധ്യതയാണ് നേർവഴിയും തെറ്റും ശരിയും മനസ്സിലാക്കി വ്യക്തമായ
മനുഷ്യന് ഒരു ഇത് കൊടുക്കേണ്ട ചുമതല അള്ളാഹുവിനുള്ളതാണ്. ഇന്ന അലൈനാലൽ ഹുദ വ ഇന്ന ലനാലൽ ആഖിറത വൽ ഊല. പരലോകവും ഇഹലോകവും അള്ളാഹുവിനുള്ളതാണ്. ആദ്യ ലോകവും പിന്നെ വരാനിരിക്കുന്ന ലോകവും. ആദ്യ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകവും പിന്നീട് പരലോകവും, ഇത് രണ്ടും അള്ളാഹുവിനുള്ളതാകുന്നു. അന്തർത്തുക്കും നാറൻ തലല്ല, അതുകൊണ്ട് അന്തർത്തുക്കും നാറൻ തലല്ല, കത്തിക്കാളുന്ന നരകത്തെക്കുറിച്ച്, നരകത്തെ ഭയാനതയെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മുന്നറിയിപ്പ് തരികയാണ്. അന്തർത്തുക്കും നാറൻ തലല്ല ലാ യസ്ലാഹ ഇല്ലൽ ലഷ്കല്ലദീ കദ്ദബ വതവല്ല. അതിൽ കടന്ന് പ്രവേശിക്കുകയില്ല, അതിൽ കടക്കുകയില്ല. എങ്ങനെയുള്ളവർ? ഏറ്റവും നിർഭാഗ്യവന്മാരല്ലാതെ, ഏറ്റവും നിർഭാഗ്യവന്മാരല്ലാതെ അതിനകത്ത് പ്രവേശിക്കുകയില്ല എന്നാ പറയണം. അന്തർത്തുക്കും നാറൻ തലല്ല ലാ യസ്ലാഹ ഇല്ലൽ ലഷ്കല്ലദീ കദ്ദബ വതവല്ല. എല്ലാ നല്ലതിനെ എല്ലാം കളവാക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പൊ കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ അത് കർമ്മം ചെയ്യൂല, അതിൽ നിന്ന് പിന്തിരിയും. പറയാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവൻ വിശ്വസിക്കൂല. അപ്പൊ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അന്തർത്തുക്കും നാറൻ തലല്ല ലാ യസ്ലാഹ ഇല്ലൽ ലഷ്കല്ലദീ കദ്ദബ വതവല്ല. അവൻ എല്ലാത്തിനെയും കളവാക്കി കളയും. എന്ത് നല്ലത് പറഞ്ഞാലും അവനത് നിന്നും മാറി നിന്ന് അവനത് കളവാക്കി അവൻ വിശ്വസിക്കൂല. അന്തർത്തുക്കും നാറൻ തലല്ല ലാ യസ്ലാഹ ഇല്ലൽ ലഷ്കല്ലദീ കദ്ദബ വതവല്ല വസയുജന്നബുഹൽ ലത്തുഖല്ലദീ യുഅ്തി മാലഹു യതസക്ക. എന്നാൽ സൂക്ഷ്മത പാലിച്ച് തഖ്വയോടുകൂടി പോകുന്നവരോ, അവര് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടിയിട്ടാണ്, അവര് അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ഈ നന്മകൾ മുഴുവനും ചെയ്യുന്നത്. മനസ്സിലായ? ആത്മശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് അവർ ദാനധർമ്മം ചെയ്യുന്നത്. ആത്മശുദ്ധി നേടാൻ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അണുവിടെ മാറാതെ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടത്തോടു കൂടി, അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ കലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരും ആത്മസംസ്കരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലേ ഈ സക്കാത്തിന്റെ കാര്യം പറഞ്ഞത്? സക്കാത്ത് ശുദ്ധീകരിക്കല്ലേ, മനുഷ്യന്റെ ആത്മാവും ശരീരവും ഒക്കെ ശുദ്ധീകരിക്കണം, നമ്മുടെ ധനം ശുദ്ധീകരിച്ചെടുക്കണേ. അപ്പൊ വസയുജന്നബുഹൽ അത്തുഖല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. ഈ ധനം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ ആരിൽ നിന്നും ഒരു ഇതും അള്ളാഹുവിന്റെ വജ്ഹ ഒഴിച്ച് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അവർ കൊടുക്കപ്പെട്ട ആളെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്നോ അവരെനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്നോ അവർ ചിന്തിക്കാറേ ഇല്ല. അവർ അള്ളാഹുവിന്റെ മാർഗം, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവർ കൊടുക്കുന്നു. അവര് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് മാത്രം കൊടുക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് കൊടുക്കുന്നവർക്ക് പിന്നീട് തൃപ്തരാകും. അവര് പിന്നീട് തൃപ്തരാകും. അപ്പൊ നമ്മളോർക്കും ഈ 5 നേരം നമസ്കരിച്ച് തഖ്വയോടുകൂടി നോമ്പ് പിടിച്ച് ഭയങ്കര ഇബാദത്തോടുകൂടി മനുഷ്യനോട് നല്ല രീതിയിൽ ഇടപെട്ട് എല്ലാ മതവിഭാഗങ്ങളോടും നല്ല രീതിയിൽ ഇടപെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യനൊക്കെ വെറും വിഡ്ഢിയാണ്. ഇയാളൊരു സിനിമക്ക് പോണില്ല, ഒരു കള്ളു കുടിക്കുന്നില്ല, ഒരു പെണ്ണ് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇയാൾ ചെയ്യുന്നില്ല. ഇതൊക്കെ വിഡ്ഢിയാണ്. ഈ ലോകം ഇവിടെ ജീവിക്കാനുള്ളതാണെന്ന് ചിലർ പറയും. അപ്പൊ നമ്മൾ അതിൽപ്പെട്ട്, അപ്പൊ ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് നിയമത്തുകൾ ഒരുപാട് കൊടുക്കും. അത് അള്ളാഹു പറഞ്ഞില്ലേ, ലാസ്റ്റ് പിടിക്കും, അവസാന ഘട്ടങ്ങളിൽ പിടിക്കും. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവർ ചിലവർ കളിയാക്കും. പുള്ളി ഏതൊരു പള്ളിയിൽ, ഏതൊരു നിസ്കാരം, ഏതൊരു മറ്റുള്ള ഒരു കാര്യത്തിനും പോകുന്നില്ല, വേണ്ടാത്തൊരു കാര്യത്തിനും അവരെ കിട്ടൂല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നത് ഭയങ്കര വലിയ ആലിമായിട്ടോ അല്ലെങ്കിൽ ഉസ്താദായിട്ടോ അല്ല. ഞാനിത് എനിക്ക് പഠിക്കാൻ പ്രചോദനം കിട്ടാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഒരാളിത് കണ്ട് ഒരു മാറ്റം വന്നാൽ എനിക്ക് അതിന്റെ ഗുണമുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് കാണുകയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മളെ എല്ലാം പഠിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ഈ ഗ്രന്ഥം കിട്ടിയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്കിതുണ്ട്. നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ട് അതോടുകൂടി നിർത്തി പിന്നെ പല മേഖലകളിലായിട്ട് പോയിട്ട് ഇതിന് വളരെ സൈഡായിട്ട് ഒരു ചെറിയ രീതിയിലാണ് ഇത് കാണിക്കുന്നുള്ളൂ ഭൂരിഭാഗം പേരും. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. നമ്മളിത് പഠിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് എന്ത് വിചാരിച്ചാലും നടക്കുമല്ലോ. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. അതിന് നമ്മൾ പരിശ്രമം നടത്തണം. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി അംബേദ്കറൊക്കെ എങ്ങനെ ജീവിച്ച ആൾക്കാരാണ്? ഏത് വിദ്യാഭ്യാസം ആവട്ടെ, അവരൊക്കെ ഏത് രീതിയിലാണ് ജീവിച്ച? അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടുകൊണ്ട് വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് അംബേദ്കർ. അതുപോലെ നിരവധി ആൾ, നമ്മുടെ KR നാരായണൻ, മുൻ രാഷ്ട്രപതി,
അതുപോലെ APJ അബ്ദുൽ കലാം, അതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ജീവിത ചരിത്രം നമുക്കൊരു പാഠമാണ്, നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ്. കാരണം അത്ര ഇതായിട്ടാണ് അദ്ദേഹമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അമേരിക്കയുടെ പ്രസിഡന്റ് വരെ അയാൾ ചെറ്റക്കുടിൽ കിടന്ന ആളാണ്. ഹി ടോട്ട് ഹിംസെൽഫ് ബൈ റീഡിങ് എവരി ബുക്ക് ഹി കുഡ് ഗെറ്റ് കീപ്പിംഗ് എവേക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു പുസ്തകം പോലും വാങ്ങാൻ കഴിയില്ല, സ്വയം പഠിച്ചതാണ് അത്, സ്വയം വായിച്ച് പഠിക്കുകയാണ്. എന്നിട്ട് അയൽവാസിയുടെ നിന്ന് പുസ്തകം കടം പിടിച്ച ചരിത്രമൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഹി ബോറോഡ് എ ബയോഗ്രഫി ഓഫ് ജോർജ് വാഷിംഗ്ടൺ ഫ്രം എ നെയ്ബർ. ദ ബുക്ക് വാസ് സ്പോയിൽഡ് ബൈ ദ റെയിൻ. മഴ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ പുസ്തകം ചെറ്റക്കുടിലായിരുന്നതുകൊണ്ട് മഴ വന്നപ്പോൾ ചോർന്ന ആ പുസ്തകം നശിച്ചുപോയ കഥയൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എന്തും പഠിക്കാം, നമ്മൾ വിചാരിക്കണം, നമ്മൾ മനസ്സ് വെക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഇത് അടിക്കടി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഇത് എനിക്കും കൂടി ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കളിയും ചിരിയും വേണം, എല്ലാം വേണം, ചെറിയ രീതിയിൽ, അല്ലാതെ ഭയങ്കര ആർഭാടമായിട്ട് മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. അപ്പോൾ ഖുർആൻ എല്ലാവരും പഠിക്കണം എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. കളിയും ചിരിയും കബറിലടങ്ങും കൽപ്പന കാക്കാൻ നമ്മൾ മടങ്ങും. കളിയും ചിരിയും കബറിലടങ്ങും കൽപ്പന കാക്കാൻ നമ്മൾ മടങ്ങും. ജല്ല ജലാലിൻ ചൊല്ലിൻ പൊരുളിൽ ജന്നത്തിൽ ഫിർദൗസിൽ കടക്കും. 3 കണ്ടം തുണിയിലാമയ്യത്തു പൊതിഞ്ഞു, മുകളിൽ നീലാകാശ വിളക്കുകളണഞ്ഞു. ജനനവും മരണവും അല്ലാഹുവിൻ്റെ കരുണയാലാണെന്നൊരു കാറ്റുമൊഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് കളിയും ചിരിയൊക്കെ നമ്മൾ ചെറുതായിട്ട് എടുക്കുക, കൂടുതൽ ആർഭാടമായിട്ട് കളിയും ചിരിയിലേക്ക് പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ മാമൂലുകൾ ഒരുപാടുണ്ട്, അതൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത മാമൂലുകളിലേക്കൊന്നും പോകരുത്. ഒരു പാട്ട് കേട്ടല്ലേ, മാമൂല് കെട്ടിയ ജയിലറ തന്നിൽ തളർന്നുറങ്ങും മുസ്ലിം ജനത, മാമൂലുകളുടെ കരിനിയമങ്ങൾ കടിമകളായവരെ ഉണരുക മഹത്വമേറിയ സമുദായത്തിലെ മനുഷ്യ സ്നേഹികളെ. വിശുദ്ധ കലിമ മൊഴിഞ്ഞവർ തമ്മിൽ അശുദ്ധരല്ലെന്നോദിയ ഇസ്ലാം നിഷിദ്ധമാക്കിയ തറവാടിത്തം മാമൂൽ വകയല്ലേ. പുതുതായി മതത്തിൽ വന്നവർ കരുളിയ സ്ഥാനം ഒന്നാന്തരമല്ലേ. ചെരിപ്പ് കുത്തികൾ ഒസാന്മാരും സമുദായത്തിലെ സ്ഥാനികളല്ലെന്നറപ്പു ഭാവിച്ചകറ്റിടുന്നത് മതത്തിനെതിരല്ലേ. തിരുനബി എടുത്തു കാട്ടിയ സമത്വ മാതൃക ചുഴറ്റിയെറിയല്ലേ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഖുർആൻ ഹിഫ്ളായവരും അർത്ഥം വളരെ വ്യക്തമായിട്ട് വളരെ ഇതായിട്ട് ആഴത്തിൽ പഠിച്ച് യൂട്യൂബിൽ അടക്കം പറയുന്നവരുണ്ട്. അപ്പോ ഈ കടുകുമണിയേക്കാൾ കുറഞ്ഞ രീതിയിൽ അറിവുള്ള ഞാൻ ഇത് പറയുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒരു പ്രോത്സാഹനം കിട്ടാനും ഇത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. അപ്പൊ ഞാനിത് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയൂല, ഞാനിത് മനസ്സിലാകണം. ഒരു സൂറത്തോ ഒരു ആയത്തോ പറഞ്ഞാൽ അത് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى
وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى.